Come on India, let's football. കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു ഫൗൾ ചെയ്ത് അദ്ദേഹം അത്യാവശ്യം നല്ല ഫിസിക്കൽ ഉള്ള താരമാണ്. കെവിൻ യോക്ക് ബോക്സിന് വെളിയിൽ കെവിൻ യോക്ക് വീണ്ടും കയറാൻ ശ്രമിക്കുമ്പോൾ അത് തുടക്കത്തിൽ തന്നെ രണ്ടാമത്തെ ഫൗളാണ് കെവിൻ യോക്കിനെതിരെ. തീർച്ചയായിട്ടും അത് കാർഡ് അദ്ദേഹത്തിന് നൽകേണ്ടത് തന്നെയാണ്. കാരണം ആ ഫൗളിന്റെ കാഠിന്യം കൊണ്ടല്ല, മോഹനൻ നേരെ അത് ബ്ലോക്കിൽ തട്ടി തെറിക്കുകയാണ്. സ്ക്വാഡിൽ തന്നെ അദ്ദേഹം ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. വീണ്ടും കെവിൻ യോക്ക്, ഇത്തവണ അദ്ദേഹത്തിന് ഷോട്ട് നേരെ വിക്ടർ ബെട്ടമോ. വിക്ടർ, നിങ്ങൾ തമ്മിൽ പിണങ്ങിപ്പോകല്ലേ, ഈ ഗോൾ കാണാതെ. ഡിഫ്ലക്ഷൻ ആണ്. അതാണ് ആന്റിസിപ്പേഷൻ എന്ന് പറയുന്നത്. ഒരു സ്ട്രൈക്കർക്ക് വേണ്ട ആന്റിസിപ്പേഷൻ ആണ് കൃത്യമായിട്ട് അവിടെ ബെർത്തമ്യൂ കാണിച്ചു തന്നത്. അതിനുശേഷം ആ പന്ത് നിയന്ത്രിച്ചതിന് ശേഷം അത് പ്ലേസ് ചെയ്യുകയിലേക്ക് ഓടുന്ന താരങ്ങളാണ്. വളരെ മനോഹരമായി ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഷോട്ട് ആൻഡ് എ ഗോൾ. പുറത്തേക്ക് പോവുകയാണ് എബിൻ ദാസ്. നല്ലൊരു കോർണർ, നല്ല കോർണർ കൊടുക്കുന്നു. ഒരു ഇഞ്ചുറി ടൈം വിന്നർ പീറ്റർ ഹാർട്ട്ലിയുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്. മത്യാസ് ഹെർണാണ്ടസ് എന്ന സൂപ്പർ സബിന്റെ വക കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത് കൊച്ചിയിലെത്തിയ കാണികൾക്കുള്ള വിരുന്നാണ്. 94-ാം മിനിറ്റിൽ എബിൻ ദാസ് കൃത്യതയാർന്ന പന്ത്, അവിടെ കൺഫ്യൂഷൻ ഡിഫൻസിനും ഗോൾ കീപ്പറുടെ ആ വരവ് ഒട്ടും തീരുമാനം ഉചിതമാണ്. 5 മിനിറ്റാണ് അധിക സമയം. അച്ഛൻ തുടരുത്, കെവിൻ യോക്കിന് കൊടുക്കൂ. യെസ്, കെവിൻ യോക്ക് അത് മനോഹരമായി തന്നെ ഫിനിഷ് ചെയ്യുന്നു. താങ്കളുടെ ആഗ്രഹം സാധിച്ചെടുക്കുകയാണ്. കൊടുക്കുന്നു, വിജയം ഉറപ്പിക്കുന്ന മൂന്നാമത്തെ ഗോൾ. അച്ഛൽ ആ പന്തിന് വേണ്ട അപ്പീൽ ചെയ്യുന്നു, ആ കളിക്ക് ഇന്റർഫിയർ ചെയ്തു. കൈകളിൽ ഭദ്രമായിരിക്കുകയാണ്. ഇറ്റ്സ് ആൻ ഓഫ്സൈഡ്. യെസ്, അത് ഓഫ്സൈഡ് റൂളിന്റെ വ്യാഖ്യാനം ഒന്നുകൂടെ വ്യക്തമാണ്. ഇന്റർഫിയർ ചെയ്തു എന്നുള്ളത് തന്നെയാണ് അവിടെ റഫറി വിധിക്കുന്നത്. പാവം കെവിൻ യോക്ക്, ഗോൾ അടിച്ചിട്ടും കിട്ടുന്നില്ല. അപ്പോഴും അച്ഛൻ എന്തിനാണ് ആ പന്തിന് പോയത് എന്ന് മനസ്സിലാക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പോസ്റ്റിലേക്ക് നമ്മൾ അഭിനന്ദിക്കുകയായിരുന്നു നേരത്തെ. എന്നാൽ ഇത്തവണ ഒന്ന് പാളിപ്പോയെങ്കിലും സ്വീഡിക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. ഫുൾ ടൈം വിസിൽ ഇൻ കൊച്ചി. അത്യാവശ്യം നന്നായി വെള്ളം കുടിച്ചു.